ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു പാക്കാണ്. ഇത് ആക്ച്വലി പാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മാവ് പോലെ അരച്ച് തേക്കുക അങ്ങനെ യാതൊരുവിധ പ്രോബ്ലവും വരത്തില്ല. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടത് നമ്മുടെ സ്കിൻ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടുള്ളൂ. അത് നമ്മൾ എല്ലാവരും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നതെല്ലാം എക്സ്ട്രാസ് ആണ്. സോ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം, നമുക്കൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, ബോഡി നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് എക്സ്പോസ് ആവുന്ന ഭാഗങ്ങളാകുമ്പോൾ പെട്ടെന്ന് പൊടിയടിക്കാനും വെയിൽ കൊള്ളാനും ഒക്കെ കാരണമാവും. നന്നായിട്ട് ക്ലീൻ ചെയ്യണം, നീറ്റായിട്ട് വാഷ് ചെയ്ത് വെക്കണം. പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട്, പുറത്ത് പോയിട്ട് പൊടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് മേല് കഴുകുകയോ ഒക്കെ ചെയ്ത് നീറ്റാക്കി വെക്കുക. ഇപ്പം ഇവിടെ മഴ തുടങ്ങി ഗൈസ്. ഞാനിനി പറയുന്നത് എനിക്ക് എത്ര കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ്. അത് കാരണം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കറണ്ട് ഉള്ളപ്പോഴും മഴ ഇല്ലാത്തപ്പോഴുമാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നുകിൽ കറണ്ട് പോവും, അല്ലെങ്കിൽ മഴ പെയ്യും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സോ എത്രയും പെട്ടെന്ന് ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു നിർത്താം. സോ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഈ ഒരു പാക്കിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ്. നല്ല കോക്കനട്ട് ഓയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. നമുക്ക് അതൊന്നും സംഘടിപ്പിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാര്യം മറ്റേതിൻ്റെ അത്ര റിസൾട്ട് ഇല്ലെങ്കിലും കോക്കനട്ട് ഓയിലിൻ്റെ അത്യാവശ്യം ബെനിഫിറ്റ്സ് ഒക്കെ ഇതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിൽ കോക്കനട്ട് ഓയിലായിട്ട് നമ്മുടെ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി ഞാൻ അങ്ങോട്ട് വോയിസ് ഓവർ ചെയ്യാം. കാര്യം മഴയുടെ സൗണ്ട് കാരണം ആ വീഡിയോയിൽ അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ ഇപ്പോഴും മഴ പെയ്യാണ്, അതുകൊണ്ട് ഈ വോയിസിലും ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടാവും. പക്ഷെ സാരമില്ല, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു. ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട, എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ഇത്ര നേരം വീഡിയോ കണ്ടു എന്ന്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നാരങ്ങയുടെ നീരാണ്. കുറച്ച് ഡ്രോപ്പ് നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ഈ ഓയിലൊക്കെ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മതി. ഒരു 30 മിനിറ്റെങ്കിലും മിനിമം നമ്മളിത് സ്കിന്നിൽ കീപ്പ് ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. നിങ്ങൾ ഓവർനൈറ്റ് അപ്ലൈ ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളവരാണെങ്കിൽ നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ എന്ത് പ്രോബ്ലം ആണെങ്കിൽ പോലും, ഡ്രൈനെസ് ആണെങ്കിലും ഡാർക്ക്നെസ് ആണെങ്കിലും ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഹോം റെമഡി ഹെൽപ്പ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ടാറ്റാ.